അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. സമസ്ത എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ചരിത്രത്തിനിടയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയും ചിന്തകനുമായി സ്വയം വിശ്വസിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ് മൂത്തയിടത്തുകാരൻ കാസിമി. ഇയാൾ നടത്തുന്ന തലതിരിഞ്ഞ ഗവേഷണങ്ങളിൽ പലതും, ഇയാൾ പ്രചരിപ്പിക്കുന്ന തലതെറിച്ച ആശയങ്ങളിൽ പലതും കേരള മുസ്ലിങ്ങൾക്ക് ഇന്നോളം കേട്ടുപരിചയമില്ലാത്തതാണ്. ഏറ്റവും ഒടുവിൽ ലോക മുസ്ലിങ്ങൾക്ക് ഇന്നോളം പരിചയമില്ലാത്ത ഒരു പുതുപുത്തൻ വാദവുമായാണ് ഇയാൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ആദ്യം ഇയാൾ പറയുന്നതൊന്ന് കേട്ടു നോക്കുക. മക്കയിലെ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ആളായിരുന്നു ലാത്ത. ലാത്ത എന്നല്ലാണ്ട് പോത്ത് എന്ന് പറഞ്ഞാ, അങ്ങനെ പറഞ്ഞ ഇതിവിടെ വഹാബി മൗലവിമാർ പ്രസംഗിച്ചു. അപ്പൊ നമ്മളെ സുന്നികൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഔലിയാക്കന്മാരായിരുന്നു. ആ ഔലിയാക്കന്മാർ വെള്ളം കൊടുക്കുന്ന ഔലിയാക്കന്മാരെ പിന്നെ എന്താക്കി? ദൈവങ്ങളാക്കി ആരാധിച്ചു. അവങ്ങളെയും മൊയ്തീൻ ശേഖനെയും ദിഫായ് ശേഖിനൊക്കെ പിന്നെ പറയും, മനുഷ്യന്മാരെ നിങ്ങൾ ആരാധിക്കൽ തുടങ്ങും. അപ്പൊ ഇത് കേട്ടപ്പോ കുറെ സാധാരണക്കാരും എന്ത് മനസ്സിലാക്കിയേ, അവിടെ കഞ്ഞിയും വെള്ളം കൊടുക്കണമല്ലോ, അവർ കഞ്ഞില്ലാന്ന് വരെ ആലോചിക്കൂല. അവിടെ ഹജ്ജിന് വരുന്നവർക്ക് കഞ്ഞി കൊടുത്തിരുന്ന ആളാണ് ആര്? അപ്പൊ ഇനി തിരിച്ച് ഈ പാവപ്പെട്ടവർക്ക് ചോദിക്കാൻ കഴിയൂല. എന്ത് അവിടെ അതിന് കഞ്ഞിണ്ടായിരുന്നോ ചോദിക്കാനും ഈ പാവപ്പെട്ടവർക്ക് അറിയാപ്പോ എന്ത് വിചാരിച്ചു? ആ കഞ്ഞി കൊടുത്ത ആളുകളൊക്കെ പിന്നീട് ഔലിയാക്കന്മാരായി. ഔലിയാക്കന്മാരായ പോലും മരിച്ച പോലെ കോലത്തിൽ എന്തുണ്ടാക്കി? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ആ വിഗ്രഹങ്ങളൊക്കെ അബാദത്തിൽ വെച്ച് പൂജിച്ചു. അങ്ങനെയാണ് മക്കയിൽ ശിർക്ക് വന്നത്. അപ്പം യാ ശൈഖ് യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പിന്നെ എന്ത് വരും? ശിർക്ക് വരും. അപ്പൊ അവൻ പറയണ്ട. അപ്പോ മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തിരുന്ന ആളായിരുന്നു ലാത്ത എന്ന് വഹാബി മൗലവിമാര് പ്രസംഗിച്ചു. എന്നിട്ട് അവന്റെ കമന്റ്, ലാത്ത എന്ന് പറയണ്ട, പോത്ത് എന്ന് പറഞ്ഞാളാന്ന്. എന്താ അവന്റെ ഒക്കെ തൊലിക്കെട്ടി? എടോ, ലാത്തയെ കുറിച്ച് മുൻഗാമികളായ മുഫസ്സിറുകൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പോത്ത് എന്നാ പറഞ്ഞിരുന്നത്, അതോ വലിയ എന്നാ പറഞ്ഞിരുന്നത്? അതിക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ലാത്തനെ കുറിച്ച് നല്ല പോത്ത് എന്ന് പറയേണ്ടത്, ഇവനെ കുറിച്ചാണ് പോത്ത് എന്ന് പറയേണ്ടത് എന്നാണ് സമസ്തക്കാർക്കിടയിൽ ബഹുഭൂരിപക്ഷത്തിന്റെ സംസാരം. ഇപ്പോ അത് ഇവന് മാത്രമേ തിരിയാത്തുള്ളൂ. എന്നിട്ട് പറയാണ്, വഹാബി മൗലവിമാർ എന്ത് പ്രസംഗിച്ചു? ലാത്ത വലിയായിരുന്നു, മഹാനായിരുന്നു. ആ ലാത്തയുടെ വിഗ്രഹം ഉണ്ടാക്കി പിന്നീട് ആരാധിക്കപ്പെട്ടു. ഇത് കേട്ടിട്ട് നമ്മളെ സുന്നി പണ്ഡിതന്മാർ മിണ്ടാതിരുന്നു. ആരായിരുന്നു ലാത്ത? ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുത്തിരുന്ന ആളായിരുന്നു. എന്നിട്ട് ഓന്റെ ചോദ്യം, അന്ന് കഞ്ഞിണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും സമസ്തക്കാർക്കില്ലല്ലോ. ഓന്റെ പരിഭവം, അന്നെ പോലത്തെ കഞ്ഞി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, വേറെ ഒരു തരം കഞ്ഞി ഉണ്ടായിട്ടുണ്ടാവും. ആ കഞ്ഞി കൊടുത്തിട്ടുണ്ടാവും. അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ലാത്ത വലിയായിരുന്നു. ആ വലിയ മരണപ്പെട്ടപ്പോൾ പിന്നീട് ആരാധിക്കപ്പെട്ടു എന്നത് വഹാബി വാദമായിട്ടാണ് അവൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ലാത്ത ആരാണ്? ഇവൻ തന്നെ പറയട്ടെ, ലാത്ത ആരായിരുന്നു? ലാത്താനം വെള്ളം കൊടുക്കാൻ നന്നവരാവില്ല പാപ്പ. എന്ത് ഒന്ന് ലാത്ത സ്ത്രീ ദൈവ ദേവ്യ. ലാത്ത എവിടുന്ന വന്നത്? ആരാണ് ഈ ലാത്ത? ലാത്ത എന്ന് പറഞ്ഞാൽ ആരാ ലാത്ത? ലാത്ത എന്നാൽ ആരാ? ലാത്ത അഥീന ദേവിയാ, ഗ്രീക്കുകാരുടെ. മിനർവ ദേവിയാണ് റോമക്കാരുടെ. ഓരോ നാട്ടിലും പേര് മാറും, ആളൊന്ന. അപ്പൊ ലാത്ത എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് പായസം കൊടുത്തിരുന്ന, വെള്ളം കൊടുത്തിരുന്ന ആളൊന്നുമല്ല. പിന്നെ ആരാണ്? ഗ്രീക്കുകാരുടെ അഥീന ദേവിയാണ്, റോമക്കാരുടെ മിനർവ ദേവിയാണ്. എവിടുന്ന് ഇവനിത് കിട്ടി? ഇവന് വിക്കിപീഡിയെന്ന് കിട്ടി. ഇപ്പം വലിയ ചിന്തകനായി, വലിയ ഗവേഷകനായിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഇപ്പം ഗവേഷണം നടത്തിയിട്ട് ഓരോ അറിവുകൾ, മഹത്തായ വിലപ്പെട്ട അറിവുകൾ സമസ്തക്കാരിലെ അണ്ണാക്കിൽ തിരികെ കൊടുക്കണം. ഇത് കാസിമി ഉസ്താദ് കണ്ടെത്തിയ മഹത്തായ കണ്ടുപിടുത്തായിട്ടാണ് മുന്നിലിരിക്കുന്ന പൊട്ടന്മാരായ കൗമുണ്ടല്ല, ആ കൗമിന്റെ ധാരണ. ഇത് വിക്കിപീഡിയയിൽ അടിച്ചാൽ കിട്ടും. ലാത്ത എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ അഥീന ദേവിയാണ്. ആയിക്കോട്ടെടോ, ഗ്രീക്കുകാർ അങ്ങനെ പേരിട്ട് വിളിച്ചോട്ടെ, റോമക്കാർ മിനർവാ ദേവി എന്ന് പേരിട്ട് വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ ലാത്ത അല്ലാതാവുമോ? ഇപ്പൊ ഉദാഹരണത്തിന് ആരാ? യേശു ക്രിസ്തു. മുസ്ലിങ്ങളുടെ ഈസാ നബി. ആ ഈസാ നബിയെ ദൈവപുത്രനായും ദൈവമായും സങ്കല്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു എന്ന് കരുതി ഈസാ നബി ദൈവപുത്രനാവോ, ദൈവമാവോ? ഈസാ നബി അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനാണ്. അപ്പൊ നാളെപ്പം വന്നുകൊണ്ട് പറയാണ്, ആരാണ് ഈസാ നബി? ഈസാ നബി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരാണിത്? അപ്പൊ ഓന്റെ മഹത്തായ കണ്ടുപിടുത്തമാണ് ലാത്ത എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ അഥീന ദേവിയാണ്, റോമക്കാരുടെ മിനർവാ ദേവിയാണ്. എടോ പൊട്ടൻ കാസിമി, അങ്ങനെ ആയിരുന്നോ?
ലാത്ത എന്ന് പറഞ്ഞാൽ അത് ഹാജിമാർക്ക് ഒരു തരം തരിക്കഞ്ഞി പായസം ഉണ്ടാക്കി കൊടുത്തിരുന്ന ആളായിരുന്നു എന്നത് വഹാബിവാദമാണോ? മഹാനായ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീർ ബഗവിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട്. ലാത്ത എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് ഒരു തരം പാനീയം, ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിരുന്ന ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പിന്നീട് വിഗ്രഹമാക്കി ആരാധിക്കപ്പെട്ടു എന്നുള്ളത് ഇത് തഫ്സീറിലില്ലേ? ഈ പൊട്ടൻ കാസ്മി അംഗീകരിക്കുന്ന തഫ്സീറിലില്ലേ? ഇവത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ തഫ്സീറിൽ ഇങ്ങനെ മുജാഹിദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കേരളത്തിലെ വഹാബിയാണ് വിചാരിച്ചിട്ടുണ്ടാവും. ആശയം കൊണ്ട് രണ്ടും ഒന്നാണ്. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു കേരളത്തിലെ സലഫികൾ ആദർശം ഒന്നാണ്. അപ്പൊ മുജാഹിദ് എന്ന് പേര് കണ്ടപ്പോൾ ബന്ധു പറഞ്ഞു ഇത് കേരളത്തിലെ വഹാബികൾ കണ്ടെത്തിയ ഒരു പുത്തൻവാദമാണ്. യഥാർത്ഥത്തിൽ ലാത്ത എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ അദീനാ ദേവിയാണ്, റോമക്കാരുടെ മിനർവാ ദേവിയാണ്. മഹത്തായ കണ്ടുപിടുത്തം. ഇനി തഫ്സീർ പോകട്ടെ. ഇവനെക്കാട്ടിയും കൊടും വിഷമുള്ള രാജവമ്പാലയായ ഒരു സഖാഫി പ്രസംഗം കേട്ടു നോക്ക്. ആരാ ലാത്ത? ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതേതാ സാധനം എന്നറിയോ? ഇത് തലക്കും വാലിനും ഒരുപോലെ വിഷമുള്ള വേറെ സാധനമാണ് ചങ്ങായി. അപ്പൊ എന്താ പ്രസംഗിക്കുന്നത്? ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് ലാത്ത എന്ന അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഒരാൾ മഹാനായ വലിയായ ലാത്തെ എന്നെ സഹായിക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഗ്രീക്കുകാരുടെ അദീനാ ദേവിയാണ് ലാത്ത എങ്കിൽ ആ വിശ്വാസത്തിൽ അങ്ങനെ ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? പറയടൂ കാസിമി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗ്രീക്കുകാരുടെ മാത്രം ദേവിയായ അദീനാ ദേവിയാണ് ലാത്ത എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? മഹാവിഷ്ണു അള്ളാന്റെ വലിയാണ് എന്ന് വിചാരിച്ചു ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? പരമശിവൻ അള്ളാന്റെ വലിയാണ് എന്ന് വിചാരിച്ച് ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കൾ, ഇത് എന്താ പ്രശ്നം എന്നറിയോ? ഇവൻ ഈ മൂത്തേടത്തുകാരൻ കാസിമുക്ക് കുറച്ചു കാലമായിട്ട് ഒരു ചാത്തന്റെ ബാധ കയറിയിട്ടുണ്ട്. അത് എങ്ങനെ കയറി എന്നുള്ളത് പഠിക്കേണ്ടതാണ്. ഇവൻ ഈ ത്വരീഖത്ത് പോയിന്റെ ശേഷമാണോ അത് കയറിയത് എന്നുള്ളതൊക്കെ പഠിക്കേണ്ടതാണ്. കാരണം ഈ ത്വരീഖത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ കേരളത്തിലെ ഈ സമസ്തക്കാരുടെ പ്രധാനപ്പെട്ട പ്രഭാഷകരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവരിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ പൊതുസമ്മതരായി ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ഫലസ്തീനിക്കോ ഈജിപ്തിക്കോ ഉഗാണ്ടിക്കോ എവിടേക്കെങ്കിലും ഒരു യാത്ര നടത്തും. അവിടുന്ന് ഏതെങ്കിലും ത്വരീഖത്തിന്റെ ശേഖന്മാരെ പോലെ പിടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികത പോലെ ശരീരത്തിൽ കയറുന്നുണ്ടാകും. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ലക്കും ലഗാനില്ലാതെ വായിൽ തോന്നിയത് പ്രസംഗിക്കലാണ് അവരുടെ പരിപാടി. ഇന്നലെ വരെ എന്താണ് പറഞ്ഞത്? അത് പരിഗണിക്കൂല. ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് പറയുന്നു? പരിഗണിക്കൂല. മുൻഗാമികളായ മുഫസ്സിറുകൾ എന്ത് പറയുന്നു? പരിഗണിക്കൂല. ഇവരെ സമസ്തിപ്പെട്ട മുൻഗാമികളായ നേതാക്കന്മാർ എന്ത് പറഞ്ഞു? പരിഗണിക്കൂല. എല്ലാറ്റിനും ചവിട്ടിക്കാൻ തള്ളും. ഇങ്ങനെ അവനവന്റെ വായിൽ തോന്നിയത് വലിയ കണ്ടുപിടുത്തായിട്ട് ജനങ്ങൾ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. ഇതാണ് കുറച്ചു കാലമായിട്ടുള്ള ഇവന്റെ അസുഖം. എന്തോ ഒരു ചാത്തൻ ബാധ ഇവന് കയറിയിട്ടുണ്ട്. അപ്പൊ ഓരോരോ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അതുപോലത്തെ ഒരു കണ്ടുപിടുത്തം കേട്ടോളി. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. കുട്ടിക്കാലം മുതലേ അത് ഉൾക്കൊള്ളുന്നില്ല. ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേഴ്സണാലിറ്റിയെ മുസ്ലിം ലോകം പരിചയപ്പെടുത്തിയ രീതി എനിക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ രീതിയല്ല. കാരണം ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചറാണിത്. അല്ലാതെ ആരല്ല, മക്കാരോട് തല്ലുവിടാൻ വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. മക്കാരായ നാലാളുകളോട് പിടുത്തം കൂടാൻ വേണ്ടി വന്ന ഒരാൾ എന്ന രൂപത്തിലാണ് നബി അവതരിപ്പിക്കാറുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ മലയാളത്തിൽ ഒരു 20-25 കൊല്ലത്തിനുള്ളിൽ രാവും പകലും എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയ ആൾ ഞാനായിരിക്കും. എൻ്റെ റബ്ബ് എനിക്കെന്ന് അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ 20-25 കൊല്ലത്തിനുള്ളിൽ എന്നെപ്പോലെ പ്രഭാഷണം നടത്തിയ ഒരാൾ കേരളത്തിൽ വേറെ ഉണ്ടായിക്കോണം എന്നില്ല. ഓ, മഹത്തായ കണ്ടുപിടുത്തം. തെക്കുബിരല്ലി കൊടുക്കി കൗമേ, എന്താ പറയണത്? എന്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണാലിറ്റിയെ മുസ്ലിം ലോകം പരിചയപ്പെടുത്തിയ രീതി എനിക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്താ ഗുരുതരമായ രീതി? മുസ്ലിം ലോകം ഇന്ന് വരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ എന്നുള്ള നിലക്കല്ല, പിന്നെ മക്കാരായ നാലാൾക്കാരോട് തല്ലുമുടി ഉണ്ടാക്കാൻ വന്ന ഒരു സാധാരണക്കാരൻ. അങ്ങനെയാണ് മുസ്ലിം ലോകം ഇന്ന് വരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എടോ, നമുക്ക് ലോകത്ത് ഇന്ന് വരെ ഏത് മുസ്ലിങ്ങളാണോ അങ്ങനെ പറഞ്ഞത്? കേട്ടുകേൾവിണ്ടോ? കേരളത്തിലെ സമസ്തക്കാർക്ക് കേട്ടുകേൾവിണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എത്ര നബി വിരോധി ആയാലും
നബിസ്വല്ലല്ലാഹു കുറിച്ച് മക്കയിലെ 4 ആൾക്കാരോട് അബൂജഹലിനോടും അബൂലഹബിനോടും തല്ലുണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് നബിസ്വല്ലല്ലാഹു എന്ന് പറഞ്ഞ ലോകത്തുള്ള മൊത്തത്തിലുള്ള പ്രവാചകനല്ല എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ഈ കേരളത്തിലെ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയുണ്ടോ? ഇപ്പൊ എവിടുന്നത് കേട്ടത്? അപ്പൊ ഇങ്ങനെ തോന്നുകയാണ്. കാരണം എന്താ, കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ നിരന്തരം പ്രഭാഷണം നടത്തിയ ഒരാളാണ് ഞാൻ, മഹാനായ ഞാൻ. അതന്നെ എന്റെ പ്രശ്നം. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ കുറച്ച് ഉറങ്ങണം. അങ്ങനെ ബാലിന് തീ പിടിച്ച മാതിരി ഇങ്ങനെ പാഞ്ഞ് നടന്നിട്ട് ഊണുമില്ല, ഉറക്കമില്ല, രാവുമില്ല, പകലുമില്ല, അങ്ങനെ ഓടി നടന്ന് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിച്ചും പേയും പറയും. ആരും കാണാത്തത് കാണും, ആരും കേൾക്കാത്തത് കേൾക്കും. അതൊരു ശൈത്താനിയത്താണ്. അതാണ് ഈ ബാധകേരി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ബാധ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രമാണങ്ങളെ തള്ളും, മുൻഗാമികളായ മുഫസ്സിറുകളെ തള്ളും, മുഹദ്ദിസുകളെ തള്ളും. എന്തിനധികം ഇത്രയും കാലം തലയിലേറ്റി കൊണ്ട് നടന്നിരുന്ന സ്വന്തം പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ വരെ തള്ളും. തള്ളിയിട്ടുണ്ട്, ഇവൻ തള്ളിയിട്ടുണ്ട്. കേട്ടോളി. ഒരു വിജ്ഞാനത്തിന്റെ ശകലം പൂക്കോയത്തങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചോളന്നില്ല. എന്തുകൊണ്ട്? പൂക്കോയത്തങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ട്. വിവരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാൻ നോമ്പ് എടുക്കാൻ അറിയില്ല എന്നല്ല, മനസ്സിലായില്ല. ഒരു ഇസ്ലാമിക് സ്കോളർ എന്ന രൂപത്തിലുള്ള വിവരം അവർക്ക് ഉണ്ടായിക്കോളുന്നില്ല. നമ്മൾ അവരെ വിവരസ്ഥൻ എന്ന നിലക്കല്ലേ ബഹുമാനിച്ചതും. അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയും സാത്വികനും വളരെ സാത്വികനായ സത്യസന്ധനായ അള്ളാഹുവിന്റെ വലിയ ഒരു മഹാനായ സയ്യിദ് എന്ന നിലക്കാണ്. ഇതൊക്കെ അവർക്ക് വിവരം ഉണ്ടായിക്കോളുന്നില്ല. വലിയന് വിവരം ഉണ്ടായിക്കോളുന്നുണ്ട്. വലിയാണ്, വിവരം ഉണ്ടായിക്കോളുന്നില്ല. എന്നിട്ടരിശം തീരാഞ്ഞിട്ടവൻ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പണ്ട് പാടിയ മാതിരി ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് പൂക്കോയത്തങ്ങളെയും ബാഫക്കത്തങ്ങളെയും നേരിക്കാട്ടോ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞത്, ഒരു വിജ്ഞാനം അത് പൂക്കോയത്തങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? പൂക്കോയത്തങ്ങൾക്ക് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതാണ് പ്രശ്നം. വിവരമുള്ള ആളുകൾ മാത്രമാണല്ലോ. പൂക്കോയത്തങ്ങളെ നമ്മൾ തലയിലേറ്റിയതും അംഗീകരിച്ചതും ഒരു ഇസ്ലാമിക സ്കോളർ എന്നുള്ള നിലക്കല്ല, പിന്നെ എന്ത് നിലക്കാണ്? അള്ളാഹിന്റെ വലിയ എന്നുള്ള നിലക്കാണ്. വലിയ അണിയരിച്ചാണ് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതെന്തോട് വലിയതിന് വിവരം ഉണ്ടാവൂലേ? നിങ്ങൾ ഈ 10ഉം 15ഉം കൊല്ലം മൂടും ചൊറഞ്ഞ് പള്ളി ദർസിലിരുന്ന് കിതാബ് ഓതുന്നതിനെക്കാട്ടി വിവരം വലിയനുണ്ടാവുന്നാണല്ലോ ഇത്രയും കാലങ്ങൾ പഠിപ്പിച്ചത്. ലദുന്നിയായ ഇൽമ്, കിതാബ് ഓതിയാ കിട്ടാത്ത ഇൽമ്, അള്ളാഹിന്റെ നേരിട്ട് കിട്ടുന്ന ഇൽമ്, ഇൽഹാമിലൂടെ കിട്ടുന്ന ഇൽമ് വലിയനുണ്ടാകും. അത് പ്രവാചകന്മാർക്ക് കിട്ടുന്ന ഇൽമു പോലെയാണ് എന്ന് ഇത്രയും കാലം കൗമിനെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയണേ പൂക്കോയത്തങ്ങൾ ഔലിയായാലും വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം വിവരം ഉണ്ടാകണമെങ്കിൽ നമ്മളെ പോലെ ഏതെങ്കിലും ത്വരീക്കത്ത് ചേരണം, ഏതെങ്കിലും തലതിരിഞ്ഞ ശൈത്താൻ ഷെയ്ഖന്മാരെ പിന്നാലെ കൂടണം, എന്നിട്ട് തൊള്ളി തോന്നി ഇങ്ങനെ വിളിച്ചേരണം. അതാണ് വിവരം. അപ്പൊ ലദുനിയാ ഇൽമോ, ഔലിയാക്ക് കിട്ടുന്ന അള്ളാന്റെ നേരിട്ട് കിട്ടുന്ന ഇൽമുണ്ടല്ലോ, ആ ഇൽമിലൂടെ വിവരം ഉണ്ടാവൂലേ? അപ്പൊ പൂക്കോയത്തങ്ങൾ വലിയല്ലേ? ചോദ്യം ഇവനോടല്ല, ഇവന്റെ മുമ്പിൽ അണ്ണാക്കും പൊളിച്ചിരിക്കുന്ന പൊട്ടന്മാരായ കൗമിനോടാണ്. കഴിഞ്ഞില്ല, പൂക്കോയത്തങ്ങൾ കഴിഞ്ഞില്ല, ബാഫക്കിത്തങ്ങൾ നിൽക്കും കുരച്ചു ചാടുന്നു. കേട്ടോക്ക്. ഒരു പിശാജ് മുഹമ്മദ് ബിൻ അബ്ദുൽ, യൂറോപ്യൻ പിശാജ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സ്വാധീനിച്ചതിനാൽ ഉണ്ടായിത്തീർന്നതാണ് വഹാബിസം. അതൊരു പിശാജാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നവോത്ഥാന നായകനാണ് എന്ന് ഏത് ആള് പറഞ്ഞാലും അലിഫയക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം. വിവരമുണ്ടാവില്ല. അയാൾ നവോത്ഥാന നായകൻ. മറ്റേ തങ്ങൾ പറഞ്ഞു, തങ്ങന്മാർക്കൊക്കെ എന്തുണ്ട് കാര്യങ്ങളോട് പറഞ്ഞു. അങ്ങനെ മറ്റേ തങ്ങൾ പറഞ്ഞു, മറിച്ചേ തങ്ങൾ പറഞ്ഞു. തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷെ അന്തക്കട് വാങ്ങാക്കും പറ്റും. ബാപ്പക്ക് തങ്ങൾക്ക് അന്തക്കട് പറ്റില്ലാന്ന് ആര് പറഞ്ഞു? അന്തക്കട് വെച്ചാലോ മഹാനാവുമ്പോൾ തന്നെ വിവരമില്ല. അതേപോലെ ഈ ദുനിയാവിലെല്ലാം വിവരം പൂക്കോയ തങ്ങൾക്ക് ഉണ്ട് ആരെങ്ങളോട് പറഞ്ഞു. പൂക്കോയ തങ്ങൾ മഹാനാണ്, അതേസമയത്ത് വിവരമില്ലായ്മ ഉണ്ടാവും. പറയോടോ സമസ്തക്കാരാ, ഈ അംഗീകരിക്കുന്നുണ്ടോ? കാസിമി ഉസ്താദ് പറഞ്ഞിട്ട് ഇങ്ങനെ എരിമ്പെരും കയറ്റുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ടോ? എന്തോ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പിശാച് സ്വാധീനിച്ചത് കൊണ്ട് ഉണ്ടായതാണ് വഹാബിസം. ഈടോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികളോ അല്ലാത്തവരോ ആയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് പിശാച് സ്വാധീനിച്ചു എന്നുള്ളത്? പക്ഷെ ഇവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവനെ കുറിച്ച് ഇത്രയും കാലം തലയിലേറ്റി നടന്നിരുന്ന ആയിരക്കണക്കിന് സമസ്തക്കാരും സമസ്തയുടെ പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവനെന്തോ ശൈത്താൻ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവനാണ് ആ പിശാച് ബാധ ഉണ്ടായത്. അത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ നവോത്ഥാന നായകനാക്കി ആര് പറഞ്ഞാലും ഓൻ ഒരു അലിഫു അറിയില്ല, അവന്റെ തിട്ടൂരം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ മറ്റേ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ബാഫക്കി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, പൂക്കോയ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ബാഫക്കി തങ്ങൾ പറഞ്ഞാലും പൂക്കോയ് തങ്ങൾ പറഞ്ഞാലും ഓൽക്കുണ്ടാകും ഇവരെല്ലായ്മ ഉണ്ടാകും, ഓൽക്ക് അന്തക്കേടുണ്ടാകും. ഓല് പറഞ്ഞ നമ്മൾ അംഗീകരിക്കൂല എന്നായി പറഞ്ഞത്. ഇത്രയും കാലം പറഞ്ഞതോ ഓല് അള്ളാന്റെ ഔലിയാക്കളാണ്. ഔലിയാക്കൊക്കെ എന്തായാലും ലദുനിയാ ഇൽമു ഉണ്ടാവുമല്ലോ, ഇൽഹാമിലൂടെ അറിവും കിട്ടുമല്ലോ. ഇപ്പൊ ഓൽക്ക് യാതൊരു വിവരമില്ലാത്ത പഴഞ്ചന്മാരായ പിന്തിരിപ്പന്മാരായ താനി പൊട്ടന്മാരാണ് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും എന്ന് അവന്റെ വാദം. മനസ്സിലായോ? ഇത് ഇവിടുത്തെ ഒരു മുജാഹിദരം പറഞ്ഞ എന്തായിരിക്കും ഇവിടെ പോകില്? കഴിഞ്ഞില്ല.
ബാഫക്കി തങ്ങളെ കുറിച്ച് ഒന്നും കൂടി ഞാൻ പറയുന്നത് കേട്ടു നോക്കുക. എന്നിട്ട് പറയുമ്പോൾ തന്നെ ആ പൂക്കോയ തങ്ങൾക്കെതിരെ പറഞ്ഞു, ബാഫക്കി തങ്ങൾക്കെതിരെ അതേ പറഞ്ഞു. എന്നിട്ട് ചിന്ത കുന്തത്തിൽ നാട്ടാൻ തീരുമാനിച്ചു. ഞാൻ ബാഫക്കി തങ്ങൾക്കെതിരെ പറഞ്ഞു, ആയിക്കോട്ടെ, ബാഫക്കി തങ്ങൾക്ക് വിവരം ഉണ്ടാവില്ല, വിവരമാണ്, അരിക്കച്ചവടക്കാരനാണ്, കിതാബ് നോക്കണ മണിയല്ല, അരി നോക്കണ മണിയാണ്. ആ സമസ്തക്കാരെ സിറിയിലാണ് ഈ തോന്നുന്നത് കേട്ടോ. ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഓ ബാഫക്കി തങ്ങളെ കുറ്റം പറഞ്ഞു, പൂക്കോയ തങ്ങൾക്കെതിരെ പറഞ്ഞെന്ന് പറയും. ആ പറഞ്ഞു, ഇനിയും പറയും. അങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാ? കുന്തത്തിൽ നാട്ടു തന്നെ എങ്ങനെയുണ്ടോ അവന്റെ ചോദ്യം? ബാഫക്കി തങ്ങൾക്ക് വിവരമില്ലായിരുന്നു, ഉള്ളതല്ലേ, അതല്ലേ ഞാൻ പറയുന്നുള്ളൂ. ബാഫക്കി തങ്ങൾ ആരാ? ഒരു അരിക്കച്ചവടക്കാരൻ, കേവലം അരിക്കച്ചവടക്കാരൻ. എടോ, ഈ അരിക്കച്ചവടക്കാരനായ ഒരു ഗുണവും മണവുമില്ലാത്ത ഈ ബാഫക്കി തങ്ങൾ, ഇവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ബാഫക്കി തങ്ങളെ ഈ സമസ്തയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയതാരാടോ? കേട്ടോ, സമസ്തയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെയുള്ള മഹാനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി, ഞാൻ വിശദീകരിക്കുന്നില്ല. വിജ്ഞാനത്തിന്റെ ബഹറായ വാളക്കുളം അബ്ദുൽ ബാരി ജി സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കവേ മുദാക്കിരപ്പള്ളിയിൽ 1949 സെപ്റ്റംബർ 1-ാം തീയതി ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ബാഫക്ക് തങ്ങൾ പ്രസിഡന്റ് ആകണമെന്ന് ഒരു പ്രമേയം ആവശ്യപ്പെട്ടു. പ്രമേയം ആവശ്യപ്പെട്ടത് വഴി ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ അധ്യക്ഷനായി. അങ്ങനെയാണ്. അങ്ങനെയാണ്. വിജ്ഞാനത്തിന്റെ ബഹറായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രസിഡന്റ് ആയിരിക്കെ 1949 സെപ്റ്റംബർ 1-ന് ചേർന്ന മുഷാവറയിൽ വെച്ചിട്ടാണ് തീരുമാനം ഉണ്ടായത്. എന്ത്? ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് ആക്കണം എന്ന്. ഏത് ബാഫക്കി തങ്ങളോടോ? കേവലം അരിക്കച്ചവടക്കാരനായ, അന്തക്കേട് പറയുന്ന, വിവരമില്ലായ്മ ഉണ്ടാകുന്ന ഒരു അരിക്കച്ചവടക്കാരനായ ബാഫക്കി തങ്ങളെ സമസ്തന്റെ പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങളെ സമസ്തന്റെ നിലവാരം? നിങ്ങൾ വലിയ സംഗതിയായിട്ട് ഇങ്ങനെ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ് സമസ്ത. ആ സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഥമ രൂപീകരണ യോഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ഈ സമസ്തയുടെ നിലവാരാണത്. ഒരു അരിക്കച്ചവടക്കാരനെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കി. ഇതല്ലേ ഇപ്പൊ നിങ്ങളെ സമസ്തന്റെ അടിവേര് അല്ലേ? നിങ്ങളല്ലേ അവിടെ ദീൻ പറയണത് അല്ലേ? ഇതല്ലേ നിങ്ങളെ ക്വാളിറ്റി അല്ലേ? സുഹൃത്തുക്കളെ, ഇതുവരെ എന്ന് പ്രസംഗിച്ചതെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവന് ചാത്തൻ ബാധ ഏൽക്കുന്നതിന് മുമ്പ്. അന്ന് ബാഫക്കി തങ്ങൾ മഹാനായിരുന്നു. പറഞ്ഞ് ആ കാലഘട്ടത്തിൽ ഇവൻ ബാഫക്കി തങ്ങളെ കുറിച്ച് കുറച്ചൊന്നല്ല പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്, നീ പറയാൻ ബാക്കിയെത്തില്ല. അത്രത്തോളം മധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും ഒരു തോന്നിയില്ല, അരിക്കച്ചവടക്കാരനൊന്നും തോന്നിയില്ലട്ടാ. അന്നും എന്തൊക്കെ പറഞ്ഞത് കേട്ടോളി. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെയും ബാഫക്കത്തങ്ങളുടെയും മരണത്തിലാണ് ഏവിയെ പോലെയുള്ള ആളുകൾ അതിമനോഹരമായ നാവിൽ നിന്ന് മധൂറുന്ന പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ എൻ്റെ കുട്ടിക്കാലഘട്ടത്തിന്റെ ഓർമ്മയുടെ നഖചിത്രങ്ങളാണ്. അതായിരുന്നു അവരെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ലെങ്കിലും, ഉണ്ടായില്ല എന്നല്ല, ഇന്നത്തെ സൊസൈറ്റിക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു വർക്ക് നടത്തിയിട്ടില്ല. അവിടെയാണ് ഈ 40 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഇതിൽ കൈവക്കാൻ അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഈ പരിപാടി ഈ വർഷം ഇവിടെ നടക്കേണ്ടതായിരുന്നില്ല. ഇവിടെ നടക്കാൻ എല്ലാവിധ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ബാഫക്കത്തങ്ങളെ അവതരിപ്പിക്കണം എന്നൊരു നിയ്യത്ത് നേരത്തെ എനിക്കുണ്ടായിരുന്നു. ആ നിയ്യത്ത് ഒരു കറാമത്തായി ഇത് രൂപാന്തരപ്പെട്ടു എന്നും ഞാൻ വേണമെങ്കിൽ ചിന്തിക്കുകയാണ്. കേരളീയ ജനതയിൽ ഈ കാണുന്ന വെളിച്ചത്തിന്റെ മുഴുവനും കാരണം ബാഫക്കത്തങ്ങളാണ്. മഹാപ്രസ്ഥാനങ്ങളുടെ ജനകീയതയുടെ അടിത്തറ ബാഫക്കത്തങ്ങൾ. ഉറപ്പ്, ഇനി അപ്പുറത്തൊരാളെ വരക്കാനില്ല. ബാഫക്കി തങ്ങൾ മരിച്ചതിന് ശേഷം ഏവിയെ പോലെയുള്ള ആൾക്കാർ ചില ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നേരം കളഞ്ഞു എന്നല്ലാതെ കാര്യമായിട്ട് ബാഫക്കി തങ്ങളെ മധു ആരും പറഞ്ഞിട്ടില്ല. ആ 40 കൊല്ലത്തിന് ശേഷം അള്ള ബനോട് തിരഞ്ഞെടുത്തു ബാഫക്കി തങ്ങളെ മധു പറയാനേ. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയോ മധു പറച്ചില്, നിർത്താത്ത മധു പറച്ചില്. അത് പറയാൻ കാരണം എന്താ? ഇവര് ബാഫക്കി തങ്ങളെ കുറിച്ച് നന്നായിട്ടൊന്ന് അവതരിപ്പിക്കണം എന്ന് വലിയൊരു നിയ്യത്തുണ്ടായിരുന്നു. ആ നിയ്യത്ത് ഒരു കറാമത്തായിട്ട് രൂപാന്തരപ്പെട്ടു. അതിന്റെ ഫലമാണ് ഇപ്പൊ ഈ പരിപാടി കേട്ടോ. ആരെ കറാമത്ത്? ഇവന്റെ കറാമത്തല്ല, ബാഫക്കി തങ്ങളെ കറാമത്തായിരിക്കുമല്ലോ. ഇവന് കറാമത്തും കറാമ്പറപ്പൊന്നും ഉണ്ടാവില്ലോ, ഇവന് ശൈത്താനിയത്ത് ഉണ്ടാവുള്ളൂ. ഏതായാലും ബാഫക്കി തങ്ങൾ ഒരു കറാമത്തായി രൂപാന്തരപ്പെട്ടിട്ട് അള്ള ബനോട് തെരഞ്ഞെടുത്തിട്ട് ഒരു പ്രത്യേക പരിപാടിയാണത്. ഇതങ്ങനെ ഒരു ആപ്പൂപ്പ പരിപാടി ഒന്നല്ല. അങ്ങനെ അള്ള ബനോട് തെരഞ്ഞെടുത്ത് ബാഫക്കി തങ്ങൾ മധുങ്ങൾ പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ഏത് ബാഫക്കി തങ്ങളെ? ആ അരിക്കച്ചവടക്കാരൻ ബാഫക്കി തങ്ങള്. ആ ബാഫക്കി തങ്ങളാണ് കേരള ജനതയിൽ ഇക്കാണുന്ന വെളിച്ചത്തിന്റെ മുഴുവനും കാരണം. ബാഫക്കി തങ്ങളാണ് മഹാപ്രസ്ഥാനങ്ങളുടെ ജനകീയ അടിത്തറയ്ക്ക് കാരണം. ബാഫക്കി തങ്ങളാണ്. ഉറപ്പ്, ലാ ശക്ക ഫീഹി. മുന്നും പിന്നും നോക്കണ്ട, തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. ബാഫക്കി തങ്ങൾ ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ഇക്കോലം ഇല്ലായിരുന്നു. ഏത് ബാഫക്കി തങ്ങളോടോ? ആ അരിക്കച്ചവടക്കാരൻ ബാഫക്കി തങ്ങള്. തെറ്റ് പറ്റാവുന്ന, അന്തക്കേടുണ്ടാകുന്ന, വിവരമില്ലായ്മ ഉണ്ടാകുന്ന, ഉപരി പറഞ്ഞ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുവ നേരത്തെ പുലമ്പിയ ആ ബാഫക്കി തങ്ങളെ കുറിച്ചായി പറഞ്ഞിട്ടോ. ആള് മാറിപ്പോകരുതേ.
അപ്പൊ കേരളത്തിലെ ജനതക്ക് മൊത്തം വെളിച്ചം നൽകിയ ബാഫക്കി തങ്ങള് അവിടെ തീർന്നില്ല. കേരളത്തിലെ പുറത്തേക്കാണ് ചാടിയിട്ട് ഓൾ ഇന്ത്യ ലെവലിലും വെളിച്ചം നൽകി. കേട്ടോളി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിനെ നിയന്ത്രിച്ച മഹാനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്ലാറ്റ്ഫോമിൽ ഒരു വൃക്ഷം നട്ടുപിടിച്ച് കയ്പിക്കാൻ പോലും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ സ്പേസ് 40 കൊല്ലം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങളെ മൊത്തം നിയന്ത്രിച്ച ബാഫക്കി തങ്ങൾ, ആ ബാഫക്കി തങ്ങൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ പിന്നീട് ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കാൻ പോലും ഒരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 40 കൊല്ലമായിട്ട് ആ സ്പേസ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത്രയും മഹാനായ ബാഫക്കി തങ്ങള്. ഏത് ബാഫക്കി തങ്ങള്? അരിക്കച്ചവടക്കാരൻ ബാഫക്കി തങ്ങള്. കഴിഞ്ഞില്ല അരിക്കച്ചവടക്കാരന്റെ മത് ഓൻ തന്നെ പറയട്ടെ. എല്ലാ നല്ല കാര്യത്തിനും ആ മനുഷ്യൻ നേതൃത്വമായി വന്നു. നമ്മൾ ചിന്തിക്കുക. എല്ലാം ബഹുമാനപ്പെട്ടവര് വിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പിയായിരുന്നു ആ മനുഷ്യൻ ചെയ്ത സേവ പണ്ഡിതനാണോ? അല്ല. എന്നാൽ പണ്ഡിതന്മാർക്ക് മുമ്പേ നടന്ന ആളായിരുന്നു, വലിയ ആളായിരുന്നു. കേരളത്തിലുണ്ടായ ഒരുപാട് പള്ളി ദർസുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ ഉണ്ടാക്കിയത്. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ അതിൻ്റെതായ ഒരു വെല്ലൂർ ബാക്കിയാത്തിനോട് കിടപിടിക്കുന്ന ഒരു ഉന്നതമായ ദീനീ കലാലയം കേരളത്തിൽ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു. അതിനുവേണ്ടി ബാഫക്കി തങ്ങളിലേക്കാണ് എല്ലാ കണ്ണുകളും പോയത്. എല്ലാ കണ്ണുകളും ബാഫക്കി തങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, സമസ്ത എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം അള്ളാന്റെ സഹായത്തോടെ ഞാൻ നിർവഹിക്കും. അതാണ് ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജമിഅ നൂരിയ. ആരാണ് ബാഫക്കി തങ്ങള്? സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പി. ഒരുപാട് പള്ളി ദർസുകൾ കേരളത്തിൽ ഉണ്ടാക്കിയത് ബാഫക്കി തങ്ങളാണ്. മാത്രമല്ല വെല്ലൂര് ബാക്കിയാത്തിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് സമസ്ത തീരുമാനിച്ചപ്പോ എല്ലാ കണ്ണുകളും പോയത് ഈ അരിക്കച്ചവടക്കാരന്റെ നിരക്ക്. അതെന്തോ ഒന്നുകൂടെ പണ്ഡിതന്മാരില്ലായിരുന്നോ? നല്ല വിവരമുള്ള ബാഫക്കി തങ്ങൾക്ക് എന്തായാലും വിവരമില്ലല്ലോ, മുമ്പിൽ അരിക്കച്ചവടക്കാരനാണല്ലോ. നല്ല വിവരമുള്ള അള്ളാന്റെ ഔലിയാക്കളായ വലിയ വലിയ മഹാന്മാരിങ്ങനെ സെക്കൻഡ് ഇങ്ങനെ കറാമത്തിന്റെ മാലപ്പടക്കം പൊട്ടിക്കുന്ന വലിയ വലിയ ആൾക്കാരിങ്ങനെ കൂടുതലില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഈ അരിക്കച്ചവടക്കാരന്റെ പിന്നാലെ കണ്ണു വാഞ്ഞത്? അങ്ങനെ എല്ലാ നന്മകളും ഇവിടെ ഉണ്ടായത് ബാഫക്കി തങ്ങളിലാണ്. ആ ബാഫക്കി തങ്ങളെ പോരിച്ച് അങ്ങോട്ട് പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ചാവാലിപ്പട്ടിക്ക് ഏറുകൊണ്ടമാര് മൂങ്ങാണ്. കേട്ടോളി. 600 പവന്റെ സ്വർണത്തിന്റെ വില ഈ തെർബിയത്തുണ്ടാക്കാൻ നടന്ന് കൊടുത്ത മനുഷ്യൻ അനവധി രാത്രികളിൽ ചായപ്പേടികളിൽ ചായപ്പേടികളിൽ അന്ത്യം. സമസ്തയും വിദ്യാഭ്യാസ ബോർഡും മുസ്ലിം ലീഗും ഉണ്ടാക്കാൻ വേണ്ടി പള്ളിയും മദ്രസയും ദർസും ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ തെക്കും മുടക്കും ബസ്സും സൗകര്യമില്ലാത്ത നാടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാഹനം കൊടുക്കാൻ അവർക്കുമില്ല. തങ്ങൾക്കാണെങ്കിൽ ഗൗരവമായ ചില പ്രശ്നങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴത്തിന് കോഴിക്കോട്ടെത്തും, മടങ്ങിപ്പോകും. എത്തുന്ന അവസാനത്തെ സ്ഥലത്ത് ചായപ്പടികളിൽ കൊതുകിന്റെ കടി കൊണ്ട് കിടന്നുറങ്ങി. കേരളം കണ്ട കോഴിക്കോടിന്റെ സുൽത്താൻ. ചിന്തിക്കണം. അതാണ് സയ്യിദ് ബാഫക്കി. മോങ്ങാണ് അവന്. അനവധി രാത്രികളിൽ ചായപ്പടികൾ ഉറങ്ങി. എന്താ അവന്റെ മോങ്ങല്? കേരളത്തില് വിദ്യാഭ്യാസ ബോർഡും മുസ്ലിം ലീഗും പള്ളി മദ്രസ ദർസും ഉണ്ടാക്കാൻ ഓടി നടന്നു. കള്ളക്കരച്ചില് കരിയാണ്. എന്തായിരുന്നു അന്ന് കരയണല്ലോ, കാരണം അല്ല തെരഞ്ഞെടുത്തോളാം മധു പറയാനേ. അപ്പൊ കുറച്ചൊക്കെ കരയണല്ലോ, കൗമിന് വിശ്വാസം തോന്നണമല്ലോ. ഇവന്റെ എത്ര അഭിനയം പഠിച്ച ഒരു മനുഷ്യൻ കേരളത്തിലെ സമസ്തയിലെ പ്രഭാഷകരെ കൂട്ടത്തിലില്ല. ഇവൻ എത്ര നാടകം പഠിച്ചൊരു മനുഷ്യൻ. കഴിഞ്ഞില്ല ബാഫക്കി തങ്ങൾ അന്ത്യം പറഞ്ഞിട്ട് ഇതിനെക്കാട്ടി വലിയ മോങ്ങല് പോങ്ങുണ്ട്. കേട്ടോളി. മുറിയിലുണ്ടാകുന്നവർ തങ്ങളെ വലത്തോട്ട് ചരിച്ചു കിടത്തി. പിന്നെ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1906 മലയാളികൾക്ക് അല്ലാഹു വരദാനമായി നൽകിയ ലോകത്തിന്റെ നിധി 1973 ജനുവരി. ربنا عليك توكلنا وإليك أنبنا وإليك المصير. കരിഞ്ഞൂടി സമസ്തക്കാരെ ആ കണ്ണീരെന്നാണ് തുടച്ചു കൊടുക്കുക. എന്റെ മുറിയിലുണ്ടായിരുന്നവർ തങ്ങളെ വലത്തോട്ട് തിരിച്ചു കിടത്തി
അള്ളാഹു നൽകിയ ലോകത്തിന്റെ നിധി ഈ അരിക്കച്ചവടക്കാരൻ. അന്ന് ഈ കരച്ചിൽ കണ്ടിട്ട് കുറെ കൗമ കൂടെ കരഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ കൗമിൽപ്പെട്ട കൗമ തന്നെ ആയിരിക്കുമല്ലോ ഇന്നും ബാഫക്കി തങ്ങളെ കുറിച്ച്. ബാഫക്കി തങ്ങൾക്ക് വിവരമില്ല, അരിക്കച്ചവടക്കാരനാണ്, മൂപ്പര് എന്തൊക്കെയോട് പറയും, മൂപ്പര് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ തള്ളിമറിച്ചപ്പോഴും ആ കൗമിൽപ്പെട്ട ചില പൊട്ടന്മാർ മുമ്പിലുണ്ടാവുമല്ലോ. ആ പൊട്ടന്മാരുള്ളിടത്തോളം കാലം ഇവന് എന്താടോ പറഞ്ഞുകൂടാത്തത്, എന്താ അവന് പുലമ്പിക്കൂടാത്തത്? കാര്യം തരാം, ജനത്തിന് എന്തല്ല. അപ്പൊ നല്ലോം പറ്റിക്ക, ഇതൊക്കെ ഒരു തരം പറ്റിക്കലാണ്. ഇവിടെ ലോകത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന പറ്റിക്കലാന്ന് ഇപ്പം തന്നെ പറയുന്നത് കേട്ടോളി. എല്ലാം എന്താണ് എല്ലാം പറ്റിക്കൽ, ഒക്കെ പറ്റിക്കൽ. മനുഷ്യന് ബുദ്ധിയില്ല, ഓർമ്മയില്ല. ഒരു പത്രം ഒരു വർഷം എടുത്തു വെക്കുക, എന്നിട്ട് ഒരു വർഷം പൂർത്തിയായതിനു ശേഷം ആ പത്രം വീണ്ടും ആദ്യം മുതൽ നോക്കുക. പ്രധാനമായി പത്രത്തിന്റെ നിലപാടാണല്ലോ എഡിറ്റോറിയൽ. എത്ര തവണ അവർ മാറ്റിയിട്ടുണ്ട് നിലപാട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം പറ്റിക്കല്. എന്താ അങ്ങനെ പറ്റിക്കാൻ കാരണം? മനുഷ്യന് ബുദ്ധിയില്ല, ഓർമ്മയില്ല. എന്നിട്ട് തെളിയിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ്. ഒരു പത്രം, ഒരു കൊല്ലുള്ള പത്രം മൊത്തം എടുത്ത് വെക്കുക, എന്നിട്ട് ആ ഒരു കൊല്ലത്തിന് ശേഷം ആ പത്രത്തെ ഇങ്ങനെ മറിച്ചു നോക്കുക. എത്ര പ്രാവശ്യം ആ പത്രത്തിന്റെ എഡിറ്റോറിയലിന് വിരുദ്ധമായിട്ട് തന്നെ പരസ്പരം അങ്ങോട്ടും കൊണ്ടും പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാണോ പത്രം എടുത്ത് വെക്കണത്? വായനന്റെ കാലമൊക്കെ കഴിഞ്ഞേക്കണേ. സോഷ്യൽ മീഡിയ എടുത്തു നോക്ക്. ഒരു കൊല്ലായിട്ട് ഇവൻ നടത്തിയ പ്രസംഗം ഇവന്റെ അനുയായികളൊന്നും എടുത്തു നോക്കട്ടെ, മനസ്സിലാവും ഇവന്റെ മുമ്പിൽ ഇരിക്കുന്ന കൗമിന് ബുദ്ധിയില്ല, ഓർമ്മയില്ല. അത്രത്തോളം വൈരുദ്ധ്യങ്ങൾ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നലെ പറഞ്ഞല്ല ഒന്ന് പറയാ, ഇന്ന് പറഞ്ഞതിനെതിരായിരിക്കും നാളെ പറയാ. എന്താ പറയണെന്നുള്ളത് ഓനക്കും ഓർമ്മല്ല, മുന്നിൽ നിൽക്കുന്ന കൗമിന് ഓർമ്മല്ല. ഏറ്റവും വലിയ തെളിവല്ലേ ഇതിനെ പത്രം എടുത്ത് നോക്കാൻ നിൽക്കുന്നത്? യൂട്യൂബിലൊന്ന് അടിച്ചു നോക്ക്, ഇവന്റെ സൈറ്റിലൊന്ന് അടിച്ചു നോക്ക്. ഇപ്പം കഴിഞ്ഞെല്ലാം പറഞ്ഞല്ല ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകുക. ഇപ്രാവശ്യം പറഞ്ഞതിനെതിരായിരിക്കും അടുത്ത പ്രാവശ്യം പറയാ. അത്തരത്തിൽ ചാത്തൻ ബാധ കയറിയ ഒരു മനുഷ്യനാണ് അവന്. അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാല് അങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ഈ കറാമത്തുകൾക്ക് തള്ളുന്നതിനെ കുറിച്ച് ആഞ്ഞടിച്ചിരുന്നു. ഇപ്പൊ എല്ലാവരുടെ തൊള്ളിയിലും കറാമത്താണ്, എവിടെ നോക്കിയാലും കറാമത്താണ്, കറാമത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറാമത്ത് പറഞ്ഞ അത്ര വലിയ മറ്റുള്ള കാര്യം എന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കറാമത്തിനെതിരെ ആഞ്ഞടിച്ച ഓന് ഇപ്പൊ ഓന് തൊള്ളുറന്ന കറാമത്ത് പറയാനേ നേരമുള്ളൂ. ഈ കെ അബൂബക്കർ മുസ്ലിയാർ കറാമത്തും പറഞ്ഞു കേട്ടു നോക്കി. മുത്തുപേട്ട മഖാമിൽ സിയാറത്തിൽ വന്ന ശൈഖുനാ ശംസുൽ ഉലമാ. അപ്പോൾ ഒരു തമിഴ് സ്ത്രീ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വാരിപ്പുണർന്നു വന്നു. ബഹുമാനപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞ് ഇക്കാലം വരെയായി പ്രസവിച്ചിട്ട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. എൻ്റെ കുട്ടി മിണ്ടിയിട്ടില്ല, എൻ്റെ കുഞ്ഞ് മിണ്ടുന്നില്ല, സംസാരിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൈ പിടിച്ച് വാങ്ങി കൂടെയുള്ളവരോട് പറഞ്ഞു, മക്കബറയിൽ ആരും കയറരുത്, ഞാൻ ഇറങ്ങാതെ മക്കബറയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയും കൊണ്ട് മക്കബറയിൽ കയറിപ്പോയി. പിന്നെയോ പറഞ്ഞതുപോലെ എത്രയോ നേരം അവിടെ ഇരുന്നിട്ടുണ്ടാകും എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമിന്റെ മക്കാമിന്റെ തലക്കും പറത്തിരുന്ന് അനവധി നേരം കഴിഞ്ഞ് കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്ന് കുട്ടിയോട് പറഞ്ഞ് അമ്മേന്ന് വിളി. കുട്ടി അമ്മേന്ന് വിളിച്ച്, കുട്ടി അച്ഛൻ വിളിച്ച്. കുട്ടി അവസാനം പറഞ്ഞു ആരോട്? അമ്മയോട് അച്ഛനോട് അവസാനം പറഞ്ഞു, ഞാനിതിന് സാക്ഷിയാണ്. ആരാണ് എന്നോട് പറഞ്ഞത്? ഇതിനോട് പറഞ്ഞത് മമ്മിക്കുട്ടി അസറത്താണ്. ആ സിയാറത്തിൽ ഞാനുണ്ടായിരുന്നു. ആര് പറഞ്ഞു? മമ്മിക്കുട്ടി അസറത്ത് പറഞ്ഞു. ആരാണിത് ചെയ്തത്? ശംസുൽ ഉലമാ. ജനിച്ചിട്ട് സംസാരിക്കാത്ത കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. ഈ കെ അബൂബക്കർ മുസ്ലിയാര കറാമത്ത് ഇത് എന്തിനാട്ടെന്നറിയോ? ഇവ ഒരു കാലത്ത് കാറ്റ് വീശുന്ന കറാമത്തുകൾക്കെതിരെ ആഞ്ഞടിച്ച ആളായി കാസിമി. എല്ലാരും തൊള്ളിയിലും കറാമത്താണ്. ആർക്കിത് കിട്ടി, എവിടുന്നേ കണ്ടു എന്ന് ചോദിച്ചിട്ട് കാറ്റ് വീശുന്ന കറാമത്തുകൾക്കെതിരെ ആഞ്ഞടിച്ച കാസിമിയാണ് ഈ പറയണത്. എന്താ സംഭവം? മുത്തുപൊട്ട ദർഗയിലേക്ക് പോയി ഈ കെ അബൂബക്കർ മുസ്ലിയാര്. ജനിച്ചതിനേശം മിണ്ടാത്തൊരു കുട്ടി. ആ കുട്ടിനെ പിടിച്ച് ദർഗന്റെ ഉള്ളിൽ പോയി കുറെ നേരം അവിടെ കുത്തിരുന്ന് ഇറങ്ങി വന്നിട്ട് അമ്മാന്ന് വിളിച്ചു, അച്ഛാന്ന് വിളിച്ചു. പിന്നെ സംസാരം കുട്ടി. ഇത് മൂപ്പരോട് ആര് പറഞ്ഞു? മമ്മിക്കുട്ടി അസറത്ത് പറഞ്ഞു. മമ്മിക്കുട്ടി അസറത്തിനോട് ആര് പറഞ്ഞിട്ടുണ്ടാവും? ഡാഡിക്കുട്ടി അസറത്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള അതിന്റെ രീതി കേട്ടിമലും കണ്ടിമ കളി പറച്ചില്. കാറ്റ് വീശുന്ന കറാമത്താകുമ്പോ എന്താണെന്നറിയോ? ഒരു മുസ്ലിയാർ പറഞ്ഞ രീതിയിലാവൂല വേറൊരു മുസ്ലിയാർ പറയാ.
ഒരേ കറാമത്ത് ഒരു പ്രദേശത്ത് കേൾക്കൽ വേറെ രീതിയിലായിരിക്കും, വേറെ പ്രദേശത്ത് കേൾക്കൽ വേറെ രീതിയിലായിരിക്കും. അതാണ് കാറ്റ് വീശിയാണ്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കറാമത്തിന്റെ രൂപവും ഭാവവും അതിന്റെ മട്ടും മാതിരിയൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. മമ്പറം തങ്ങളെ കുറിച്ച്, അതാണ് അവിടെ കേരളത്തിന്റെ മടവൂരിന്റെ താഴെയുള്ള, മടവൂരിന്റെ മുകളിൽ എന്ന് പറയില്ല, മടവൂരിന്റെ താഴെയുള്ള ഒരു ഔലിയ മമ്പറം തങ്ങളാണല്ലോ. ആ മമ്പറം തങ്ങളെ കറാമത്ത്, കാറ്റ് വീശുന്ന കറാമത്ത് പല കോലത്തിലും പല രീതിയിൽ പല സ്ഥലത്ത് വീശിയത് ഒന്ന് ഇയാൾ തന്നെ പറയട്ടെ, കാസിമിന്നെ പറയട്ടെ. ജുമാ നിസ്കരിച്ചപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് മാറി നിന്ന് ളുഹർ നിസ്കരിച്ചു. പിന്നെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ദേഷ്യപ്പെട്ടു. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ചാണകം മണക്കുന്നുണ്ട് നിങ്ങളെ ഖത്തീബിനെ, അതുകൊണ്ടാണ് ഞാൻ നജസോട് കൂടിയുള്ള ആളെ കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ മാറിയത്. അപ്പോഴത്തിന് ഖത്തീബിന് സംഗതി മനസ്സിലായി, മാപ്പാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ കുറ്റവാളി യഥാർത്ഥ കുറ്റവാളി തന്നെ ആയി. എന്താണ് യഥാർത്ഥ കുറ്റവാളി? അപ്പോൾ ഖത്തീബ് പറഞ്ഞു, എന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചിട്ടേ ഉള്ളൂ, ഹഖീഖത്തറക്കാൻ ഒരു മൂരിക്കുട്ടനെ കിട്ടണം എന്നുള്ള കാര്യം എങ്ങനെ ആലോചിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോടുകൂടെ എന്റെ മനസ്സിലേക്ക് പിന്നെ മൂരിക്കുട്ടനാ വന്നത്. ഞാൻ പിന്നെ അങ്ങനെ പോയി, എന്നെ സലാം വീട്ടുന്നവരെ എന്റെ മനസ്സിൽ ഒന്നാമ മൂരിക്കുട്ടനെ കിട്ടാന്ന് എന്നെ ആലോചിച്ചോണ്ട് അങ്ങനെ അത് പോയി. അതാ പറഞ്ഞത്, ചാണകം മണക്കണ ഇമാമിന്റെ പിന്നിൽ പോയാൽ നിസ്കാരം ബാത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഊറിലേക്ക് മടങ്ങിയത് എന്ന് തങ്ങൾ പാപ്പ പറഞ്ഞു. കേട്ടില്ലേ? ഇത് മുത്തേടം ഭാഗത്ത് കൂടി വീശിയ കാറ്റില് പ്രചരിച്ച കറാമത്താട്ടോ. എന്താണ്? മമ്പറം തങ്ങൾക്ക് ഒരു 17-18 വയസ്സുള്ള കാലത്ത് മൂപ്പര് ജുമുസ്കരിക്കലില്ല എന്നുള്ളൊരു ആരോപണം ആ കാലത്ത് ഉണ്ടായിരുന്നത്ര. അല്ലാഹു അഅലം. അങ്ങനെ മൂപ്പര് എല്ലാവരും നിർബന്ധപ്രകാരം ഒരുക്കാൻ ജുമുഅക്ക് പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്ന സമയത്ത് ജുമുഅ തുടങ്ങിയ ഉടനെ ജുമുഅയിൽ പങ്കെടുക്കാതെ ജുമുഅ മുറിച്ചിട്ട് മൂപ്പര് ഒറ്റക്ക് ളുഹ്സ്കരിച്ചു. അത് വലിയ ചർച്ചയായി. മമ്പറം തങ്ങളെ പോലെ ഒരു മഹാൻ അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി, ആ ഇമാമിനെ അപമാനിക്കുന്നതിന് തുല്യല്ലേ അത്, എന്താ അത് കാര്യം എന്ന് ചോദിച്ചു മമ്പറം തങ്ങളോട്. അപ്പൊ മമ്പറം തങ്ങൾ പറഞ്ഞു, ചാണകം മണക്കുന്ന ഇമാമിനെ തുടരാൻ പറ്റൂല. അപ്പൊ എന്താ സംഭവം? ആൾക്കാരാകെ അന്തം വിട്ടു. അങ്ങനെ ഇമാമിനോട് ചോദിച്ചു, മമ്പറത്തെ തങ്ങൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയണത്. അപ്പോഴാണ് ഇമാമിന് അമളി പറ്റിയത് ഓർമ്മ വന്നത്. എന്താണ്? മൂപ്പരെ ഭാര്യ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചെടുക്കുകയാണ്. അപ്പൊ കുട്ടിന്റെ ഹഖീഖത്ത് ഇറക്കണം, അങ്ങനെ ഒരു കന്നിനെ ഇറക്കണം. അപ്പൊ ആ അറക്കാനുള്ള മൂരിനെ, കന്നിനെ എങ്ങനെ കിട്ടുന്ന ഇങ്ങനെ കുത്തു പറഞ്ഞപ്പോഴും ഇവരെ ചിന്തയിലുണ്ട്. നിസ്കരിച്ചപ്പോഴും അത് ആലോചിച്ചിട്ടാണ് ഇവർ അല്ലാഹു അക്ബർ എന്ന് പറയണത്. അത് ബേക്കിൽ നിൽക്കുന്ന മമ്പറം തങ്ങള് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽപകം എന്നവർ എന്ന് പറയുന്ന ഔലിയാക്കളുണ്ടല്ലോ, മമ്പറം തങ്ങൾ ബേക്കൽ സുഫുന്ന് ഈ മുന്നിലിരിക്കുന്ന ഇമാമിന്റെ മനസ്സറിഞ്ഞു, ഉടനെ നിസ്കാരം മുറിച്ചു. ഇതാണ് മമ്പറം തങ്ങളൊരു കറാമത്ത്. ഈ കറാമത്ത് വേറെ കോലത്തില് വേറെ മുസ്ലിയാര് വേറെ സ്ഥലത്ത് ആഞ്ഞു വീശുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. മമ്പൃതങ്ങൾ എന്നിട്ട് ജുമാക്ക് വേണ്ടി കൈയ്യട്ടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മമ്പൃതങ്ങൾ കൈയച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് 4 റക്അത്ത് ളുഹ്ർ നിസ്കരിച്ചിട്ട് പെരി പോയി. എല്ലാവർക്കും അത്ഭുതമായി, ചിലർക്ക് എതിരായി. കാളിയരെ കളിയാക്കണോടത്ത് കണക്കില്ലേ, ഇങ്ങനെ ഒരു മനുഷ്യനെ തരം താഴ്ത്താൻ പാടുണ്ടോ? തുടർന്നുകാണ്ട് മാറിപ്പോയിട്ട് പിന്നെ ളുഹ്ർ നിസ്കരിച്ച് പോവാ. അപ്പൊ കാളിയരെ ഒന്നിനും പറ്റൂലെന്നല്ല മനസ്സിലാകുക. അപ്പൊ മമ്പൃതങ്ങളെ കുറച്ച് വളരെ അടുത്ത കുറെ ആളുകൾ കൂടിയിട്ട് ചോദിച്ചു, അല്ലുട്ടി ഇത് കുറച്ച് മോശമായില്ല, എന്തേന്ന് വെച്ചു. മോശമായി എന്ന് പറഞ്ഞാൽ മൂപ്പരെ തുടർന്ന് അതിനേക്കാളും മോശമാണ്. എന്തേന്ന് വെച്ചു, ആ കയ്യാണ്ട് കെട്ടിയാട് മുതൽ തുടങ്ങിയാണ് കറവ് പശുവിന് ഇപ്പൊ എവിടുന്നാ കിട്ടുക, കറവ് പശുവിന് ഇപ്പൊ എവിടുന്നാ കിട്ടുക എന്നുള്ള അങ്ങനെ ചിന്ത. അങ്ങനെ ഒരു പശുവിനെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ കൂടെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് ലജ്ജുണ്ട്, അതുകൊണ്ട് മാറിയതാണ്. ഈ കേട്ട ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഓലെ കാളിയരോടെ പറഞ്ഞു, കാളിയരുള്ള സംഗതി തുറന്ന് പറയണം, കാരണം സംഗതി അവിടെ എത്തിയിട്ട് നിങ്ങൾ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ ആദ്യം ഉണ്ടാക്കാൻ പോരുത്. എന്താന്ന് വെച്ചു, കുട്ടി പറയുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചു, കറവ് പശുവിനെ വാങ്ങാൻ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ വേക്കിൽ നിസ്കരിക്കാൻ കെട്ട മമ്മുമായിട്ട് തൊട്ടാൻ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ കാളിയൊരു തൽമാണ്ട് കഴിച്ചു. അള്ളാഹുവെ പുറത്തുണ്ട് റബ്ബേ, ആ കുട്ടിക്ക് ദീർഘായുസ് കൊടുത്ത റബ്ബേ എന്ന് പറഞ്ഞു. എന്താ വെച്ചോ, ഈ കാളിയരെ ഭാര്യയ്ക്ക് ഒരു സൊക്കടാ. ആ സൊക്കറിന് വൈദ്യര് പറഞ്ഞത് എന്നും നല്ലോണം പാല് കുടിക്കണം എന്നാ. അപ്പൊ നല്ലോണം പാല് കിട്ടുന്ന ഒരു കറവ് പശുവിന് കിട്ടണം. ഇയാളിത് ഒതുർക്കുമ്പോഴൊക്കെ ഈ ചിന്തയാണ്, ഇപ്പൊ ഇന്നെ കിട്ടണല്ലേ, എവിടുന്നാ ഇപ്പൊ കിട്ടുക, എവിടുന്നാ ഇപ്പൊ കിട്ടുക. മിമ്പറിന് കയറിയിട്ട് കുത്തുപോതുമ്പോഴാണ് ഒരു പശു കച്ചവടക്കാരൻ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് നല്ല പശു ഉണ്ടാവും, നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് കച്ചവടമാക്കാന്ന് കുത്തുബയിൽ എങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കണം. അത് നിസ്കാരത്തെ കണ്ട് കയറിയപ്പോ പിന്നെ അയാളും ഞാൻ സലാം കൂട്ടിയാൽ ഉടനെ പോവാ, ദ്വാക്കെ ഇരിക്കൂലേ, ആ പശുവിനെ കിട്ടൂലേ, പശുവിനെ കിട്ടൂലേ എന്ന ചിന്ത മാത്രമായി. ഇത് പിറകിൽ നിന്നിട്ട് നിസ്കാരത്തിന് കൈയ്യട്ടി 17കാരൻ വായിച്ചെടുത്തു. അതാണ് ഖുത്ബുസ്സമാൻ. ഇതാരാന്നറിയോ? ഇത് EK ഗ്രൂപ്പിലെ സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകൻ ജലീൽ റഹ്മാനി വാണിയന്നൂര് അച്ചങ്കായാണ് പ്രസംഗിക്കണേ. കാസിമിന്റെ പറഞ്ഞത് ഇമാമിന്റെ ഭാര്യ പ്രസവിച്ചെടുക്കണേ, ഹഖീഖത്തിറക്കാൻ മൂരിനെ കിട്ടണം എന്നാണ് ചിന്തിച്ചത്. ഇയാളെന്താ പറഞ്ഞത്, ഇമാമിന്റെ ഭാര്യക്ക് ഒരു അസുഖം, അപ്പൊ വൈദ്യര് പറഞ്ഞിട്ടല്ല നല്ല നാടൻ പാല് കുടിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് പാല് കൊടുക്കാൻ കറവ പശുവിനെ എവിടുന്നാ കിട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് ഒതുണ്ടാക്കിയപ്പോഴൊക്കെ ആ ചിന്തയാണ്. മിമ്പർമൺ കയറിയപ്പോ മുന്നിലൊരു പശു കച്ചവടക്കാരുണ്ട്. കാസിമിന്റെ കഥയിൽ പശു കച്ചവടക്കാരില്ല കേട്ടോ,
മൂപ്പര് എവിടുന്നാണ് മൂരിനെ കിട്ടുകയെന്ന് ആലോചിച്ചത്. ഇത് പശു കച്ചവടക്കാരന്റെ മുമ്പ് തന്നെ കണ്ടു. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചപ്പോഴൊക്കെ ഈ ഓർമ്മയാണ്, ഞാൻ നിസ്കരിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പശു കച്ചവടക്കാരൻ പോകുമോ ആ ബേജാറിലാണ് ഇമാമ് നിസ്കരിക്കണത്. കഥ മാറിയല്ലോ. ഇതാണ് വല്ല രീതി. ഇനി തപ്പിയെ കിട്ടും. വേറെ ഏതെങ്കിലും വല്ല പ്രസംഗിക്കുന്നുണ്ടാവും. ഇമാമവറുകളുടെ ഭാര്യക്ക് മൂലക്കുരു ആയിരുന്നു, അപ്പൊ പശുവിന്റെ നെയ്യ് അവിടെ തേച്ച് കഴിഞ്ഞാൽ മൂലക്കുരു മാറുന്നു പറഞ്ഞു. അതിനു വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കും കഥ. ഇതാണ് കാറ്റ് വീശുന്ന കറാമത്ത്. ഈ കാറ്റ് വീശുന്ന കറാമത്തിനെതിരെ ആഞ്ഞടിച്ച കാസിമി ഇപ്പൊ ഈ ഗണത്തിലാണ് പെടുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഇട്ടതാണ് ഈ 2-3 ക്ലിപ്പുകൾ. ഈ കാറ്റ് വീശുന്ന കറാമത്തുകൾക്കെതിരെയാണ് ഒരു കാലത്ത് ശക്തമായിട്ട് ആഞ്ഞടിച്ചവൻ ഇപ്പൊ അവന്റെ തൊള്ളിന്ന് കറാമത്തിന്റെ പെരുമഴയാണ്. ഇവൻ വളമ്പ് കറാമത്ത് എത്ര ഉണ്ടെന്ന് അറിയോ? അതൊക്കെ ഓരോന്നോരോന്ന് വഴിക്ക് വഴിയിട്ട് നമുക്ക് കൊണ്ടുവരാം ഇൻഷാ അല്ലാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുമ്പ് പ്രസംഗിച്ചതും പറഞ്ഞതുമെല്ലാം മറന്നുകൊണ്ട് അതിനെതിരെ ഇപ്പൊ നിലപാടെടുക്കാൻ കാരണം എന്താ? 2 കാര്യമാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാത്തൻ ബാധ കയറിയത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതൊന്നും പറയാൻ ഇവനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇവൻ തന്നെ പറയട്ടെ. എൻ്റെ മാർഗം ജനങ്ങളെ മുഴുവൻ ചീത്ത കേൾക്കുന്ന മാർഗമാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. എനിക്കത് വിഷയമല്ല. ആദ്യ കാലത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ചീത്ത തുടക്കിയ കാലത്ത്. ഇപ്പം ഇതെന്തായിരുന്നു? തോല് പോയി, തോലൊക്കെ കട്ടികൂടി. അപ്പോൾ പിന്നെ ഇനി എന്തില്ല, പ്രശ്നമില്ല. എനിക്ക് തൊലിക്കട്ടിയായിപ്പോയി. എന്തും കേൾക്കാം. നിങ്ങൾ എന്നെ പ്രശംസിച്ചാൽ എൻ്റെ ഉള്ളിൽ കയറൂല, നിങ്ങൾ എന്നെ വിമർശിച്ചാൽ എൻ്റെ ഉള്ളിൽ കയറാൻ. ആദ്യം തൊലിക്കട്ടി. അതാണ് പ്രശ്നം. ഭയങ്കര തൊലിക്കട്ടിയാണ്. മുമ്പ് കുറച്ച് ഉൾപ്പുമാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ തൊലിക്കട്ടി ഇങ്ങനെ കൂടി 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 ഇങ്ങനെ തഴമ്പ് കെട്ടിമാരി തൊലിക്കട്ടി കൂടിയിട്ട് കണ്ടാമൃഗത്തിനെ കാട്ടിയും വലിയ തൊലിക്കട്ടിയാണ് ഇപ്പോ. അപ്പൊ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്കത് ഏൽക്കൂല. എന്തും ഞാൻ പറയും. നിങ്ങൾ ആര് ലഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എനിക്കത് ഏൽക്കൂല. കാരണം ഭയങ്കര തൊലിക്കട്ടി എനിക്ക്. അതുകൊണ്ടാണ് ഈ തൊലിക്കട്ടി ഉള്ളത് കൊണ്ടാണ് എന്തും മാറ്റി മാറ്റി പറയാനും ട്രപ്പീസ് കളിക്കാനും തലകുത്തി മറിയാനും എല്ലാറ്റിനും ഓനെ പ്രേരിപ്പിക്കണ ഘടകം ഈ തൊലിക്കട്ടിയാണ്. മനസ്സിലായോ? പക്ഷെ തൊലിക്കട്ടി ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവനക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ഇവനിക്ക് ഏൽക്കൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില വിഷമങ്ങൾ ഇവന്റെ ഉള്ളിലുണ്ട്. അതെന്താണെന്നറിയോ? പറയട്ടെ. ഞാൻ 22 പ്രഭാഷണം നടത്തി വഹാബിസത്തിനെ പറ്റി. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു കാലിച്ചായ എനിക്ക് വാങ്ങി തന്നിട്ടില്ല, ഒരാൾ പോലും. ഏതായാലും നിങ്ങളൊരു കാലിച്ചായ നെയ്യപ്പം വാങ്ങിക്കോളി. നിങ്ങൾ മൂത്തേടത്തേക്ക് പോകുമ്പോൾ ഒരു ചായ നെയ്യപ്പം കുടിച്ചോളി. ഒരു 20 ഉറുപ്പ്യ ഒരാൾ എൻ്റെ പോക്കറ്റ് തന്നിട്ടില്ല. തരാൻ വേണ്ടി പറയല്ല. ഒരു 20 ഉറുപ്പ്യ ഒരു ചായക്കും നെയ്യപ്പത്തിനുള്ള പൈസ. അതിനുശേഷം ഇന്ന് വരെ ഞാൻ കേട്ട ചീത്തക്ക് കയ്യും കണക്കും ഇല്ല. അതൊരു പഠനാണ്. അന്ന് ഞാൻ 22 പ്രസംഗം നടത്തി. ഈ പ്രസംഗം ഞാൻ തുർക്കി ഖിലാഫത്തുള്ള കാലത്താണ് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തലിൻ്റെ ഗവേഷകനായിട്ട് എന്നെ ആദരിക്കപ്പെടും. സംശയം വേണ്ട. എന്തുകൊണ്ട് കേരളീയ ചരിത്രത്തിൽ അതിന് സമാനമായൊരു പ്രഭാഷണം നടന്നിട്ടില്ല? ഇതാണ് ഓന്റെ പ്രശ്നം, ഓന്റെ സങ്കടം, പരാതി. എന്താണ്? 22 പ്രസംഗം ഓൻ നടത്തി വഹാബിസത്തിനെതിരെ. എന്നിട്ടും ഓന്റെ മുമ്പിൽ ആ തൊള്ളിയും പൊളിച്ചിരിക്കുന്ന പൊട്ടന്മാരായ കൗമ്പുണ്ടല്ലോ, ആ പൊട്ടന്മാരിൽപ്പെട്ട ഒരു അന്തംഗമ്മി പോലും ഒരു 20 ഉറുപ്പ് എടുത്തിട്ട് ഓരോ ട്രൗസറിന്റെ പോക്കറ്റിൽ തിരികെ കൊടുത്തില്ല. കാസിമി, ഏതായാലും നിങ്ങൾ ഇത്രയും ചലച്ചതല്ലേ, മൂത്തയിടത്തേക്ക് പോവല്ലേ, പോണ വൈക്കിലോ പെട്ടിക്കടി കയറിയിട്ട് ഒരു കാൽച്ചായും കുടിച്ചോളി, ഒരു നെയ്യപ്പും കടിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പോലും ഓനക്കൊരു 20 ഉറുപ്പ് പോലും കൊടുത്തില്ല. എങ്ങനെ കൊടുക്കുക? ഇവന് മനസ്സിലായിക്കോളാം കേരളത്തിലെ ജനതന്റെ അവസ്ഥ. മുണ്ടാതെ മൂലക്കോ പെരയിരുന്നിട്ട് ഡെയിലി 3 നേരം മന്തിയും അൽഫാമും കൊടുക്കാന്ന് വിചാരിക്കുന്ന സമസ്തക്കാരുണ്ട്. ഇതൊന്നും തൊള്ളറക്കാതെ മുണ്ടാതിരുന്നാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന സമസ്തക്കാരാണ് കൂടുതൽ. വഹാബിസത്തിനെതിരെ എത്രയും ചലച്ചിട്ട് ഓനക്കൊരു നെയ്യപ്പും ചായയും പാടെ ആരും വാങ്ങിക്കൊടുത്തില്ല എന്നാവും പരാതി. ഇവിടെ ഇരിക്ക്, വെയിറ്റ് ചെയ്യേ. ഇൻഷാ അല്ലാ നമ്മളെ വക ഈ വഹാബിസത്തിനെതിരെ എത്രയും പറഞ്ഞാലുള്ള നമ്മളെ വക എനിക്ക് നെയ്യപ്പും ചായയും അതിന്റെ പുറമെ ബോണസായിട്ട് ഒരു തുളവടിയും പാടെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവരെ ക്ഷമിച്ചേക്ക്. അതുവരെ പച്ചവെള്ളം ചവച്ചരിച്ച് കുടിച്ചിട്ട് സബൂറായി നിൽക്ക്. നമ്മൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാ, അല്ലാ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് ഓൻ പറയാണ് സങ്കടത്തോടു കൂടി, ഞാൻ തുർക്കിയിൽ ജനിക്കേണ്ട ആളായിരുന്നു, ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല. കാരണം തുർക്കി ഖിലാഫത്തിന്റെ കാലത്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അവരെന്നെ ഒരു കണ്ടുപിടുത്തം നടത്തിയ ആളായിട്ട് ആദരിക്കുമായിരുന്നു. ഇവിടെ പിന്നെ തുർക്കി ഖിലാഫത്തല്ലല്ലോ, ഒരു തരം പിറക്കി ഖിലാഫത്തല്ല ഈ സമസ്തക്കാരടിയുള്ളത്. അതുകൊണ്ടാണ് ഓൻ അവഗണിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പരാതി. സുഹൃത്തുക്കളെ, ഓന്റെ പരാതിയും പരിഭവവും ഇതുകൊണ്ട് തീർന്നു ഞങ്ങൾ വിചാരിച്ചത് അല്ലല്ലല്ല. ഇതിനെക്കാട്ടിയും വല്ല പരാതി ഉണ്ട്. എന്താണെന്നറിയോ? ഓൻ നടത്തിയ കുറേ ഗവേഷണങ്ങള്, ആ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ കുറേ മഹത്വമായ കണ്ടെത്തലുകൾ, അതൊക്കെ ഓനെ കുത്തിക്കുറിച്ച് ബുക്കാക്കിയിട്ടുണ്ട്. ഈ ചിലക്കല് മാത്രല്ല, ആ ബുക്കിന് പക്ഷെ എന്താണെന്നറിയില്ല, അർഹിക്കുന്ന അംഗീകാരം ഇവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പരാതിയും കൂടി മൂപ്പർക്കുണ്ട്.
ആ ബുക്ക് താങ്ങാനുള്ള കെൽപ്പ് ചിലപ്പോൾ എൻ്റെ അനുയായികൾക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അത്രത്തോളം ബ്രഹ്മാണ്ഡ ബുക്കാണ്, ബൃഹത്തായ ബുക്കാണ്. ആ ബുക്കിനെ കുറിച്ച് ഓൻ തന്നെ പറയട്ടെ. ഈ പുസ്തകം നമ്മുടെ എല്ലാ കോളേജുകളിലും പാഠപുസ്തകമാക്കിയാൽ നമ്മുടെ അടുത്ത തലമുറക്ക് ബോധമുണ്ടാവും. തിരുദൂതർ എന്ന പുസ്തകം പാഠപുസ്തകമാക്കണം. ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ പാഠപുസ്തകമാക്കണം തിരുദൂതർ എന്ന പുസ്തകം. ഇത് യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാക്കാൻ മാത്രവും യോഗ്യമായ പുസ്തകമാണ്. ഇതിന് സമാനമായ പുസ്തകം ഈ ഭൂഗോളത്തിന് മുകളിൽ നിന്ന് വരെ ഇറങ്ങിയിട്ടില്ല. സത്യമാണ്. ആക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ എൻ്റെ ഉത്തരവാദിത്ത പുസ്തകം എഴുതുക എന്നുള്ളതാണ്, കണ്ടെത്തുക എന്നുള്ളതാണ്. ഞങ്ങളോട് പറഞ്ഞല്ലോ ഇതിൻ്റെ അപ്പുറം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, എഴുതിയിട്ടില്ല. എഴുതിയാൽ പിന്നെ ആസാദിൻ്റെ 30 പേജുകൾ എന്നതുപോലെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ മരിച്ചിട്ട് പിന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറയേണ്ടതുണ്ടാവുമോ എന്ന് തോന്നുന്നു എനിക്ക്. ഓ എഴുതിയ മഹത്തായ ബുക്കാണ് ഇപ്പത്. ഇതിനൊരു നിർദ്ദേശം, ഈ ബുക്ക് നമ്മുടെ എല്ലാ കോളേജുകളിലും പാഠപുസ്തകമാക്കണം. പറ്റിയ സാധനം പോരാ, ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാക്കണം. അതിന് യോഗ്യമായ പുസ്തകമാണിത്. പോരാ, ഇതിന് സമാനമായൊരു പുസ്തകം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഈ ഭൂഗോളത്തിൽ വരെ ഇറങ്ങിയിട്ടില്ല. ഓന്റെ പുസ്തകത്തിനെ കുറിച്ച് ഓൻ തന്നെയാണ് ഈ പറയണത് കേട്ടോ. അളിയൻക്ക് നല്ല തല്ലേരനാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ചോദിച്ചു? അളിയൻക്കന്നെ, വേറെ ആരാ പറയാന്? അപ്പൊ അളിയാൻഖാനെ കുറിച്ച് അളിയാൻഖാനെ ഇങ്ങനെ പറയുന്നത്, ഞാൻ നല്ല ഉഷാറാണ്, ഞാൻ നല്ല തല്ലേരനാണ്, എല്ലാവരും അംഗീകരിക്കണം, എന്നെ കണ്ടാ മുണ്ടയിച്ചിടണം, എല്ലാവരും എന്നെ കണ്ടാ പേടിക്കണം, മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ മാതിരി ഓയി കുത്തിക്കുറിച്ച ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ പിരാന്ത് പറച്ചിലിന്റെ ഇടയിൽ കൂടി തട്ടിക്കൂട്ടി കുത്തിക്കുറിച്ച ഈ പുസ്തകം ഉണ്ടല്ലോ, ഇതിന് സമാനമായൊരു ബുക്ക് ഭൂഗോളത്തിൽ ഇറങ്ങിയിട്ടില്ലോ. പക്ഷെ അതാരും മനസ്സിലാക്കണില്ല, അതാണ് പരാതി. ഏതായാലും പരാതിയൊക്കെ ആവശ്യം തീർത്ത് തരുന്നുണ്ട് ഞങ്ങള്. സമസ്തക്കാരെ ആദരിച്ചിട്ടില്ലെങ്കിലും സമസ്തക്കാരെയൊക്കെ നല്ലവൻ ചവിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതിന്റെ കാരണം ഇവന്റെ ഈ പൊട്ടത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തിട്ടുകൊണ്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വരും. ഇവൻ പറഞ്ഞു കൂട്ടിയ തോന്നിവാസങ്ങൾ ഇവ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ധാനിച്ച സർവമത സത്യവാദത്തിലേക്കും ചേകനരുസ്യത്തിലേക്കും ഈ മുസ്ലിം ജനങ്ങളെ കൊണ്ടുപോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഇവന്. അത് ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് നമ്മൾ പുറത്തു കിടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.